ശേഷമാണ് എനിക്ക് മനസ്സിലായത് തെറുക്കുന്നവർ മാത്രമല്ല എന്നെ ഇൻസ്പയർ ചെയ്ത് ജീവിക്കുന്നവരും എന്റെ ലൈഫ് സ്റ്റൈൽ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും ചേച്ചി ചേച്ചി എന്ന് വിളിച്ചിട്ട് ചേച്ചി നിങ്ങളെ എന്റെ വീട്ടിൽ അതിനുശേഷം അവരുമായിട്ട് ഡീൽ വെച്ചത് നിങ്ങളാണ്. ചേട്ടാ നമ്മൾ തുടങ്ങിയ ഡീല് മുതൽ ചേട്ടാ അതെന്തോ ആയിക്കോട്ടെ, ഫസ്റ്റ് തുടങ്ങിയ മെസ്സേജ് ആ ദിവസം മുതൽ ഇതിൽ ചിലവർക്കെങ്കിലും കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ, ഒരു രൂപയെങ്കിലും കിട്ടിയിട്ടാണ് നമ്മൾ ഇത്രയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് തെറ്റാണ്. എല്ലാ രീതിയിലും ടെൻഷനും പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ നിർത്തുവാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നീരജ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ അധികം ഏതാണ്ട് 1 hourന് മേളിലാണ് ആ വീഡിയോയുടെ ലെങ്ത്. അപ്പോൾ ആ വീഡിയോയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മളോട് സംസാരിച്ചിട്ട് പോകുന്നത്. നിങ്ങൾ ആദ്യം ആ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ആദ്യം കാണിച്ചു തരാം. ഇത് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് നമുക്ക് ആരെയും ഇങ്ങനെ തള്ളിപ്പറയാനോ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല, കാര്യം പോലെ പറഞ്ഞു പോവാം. എനിക്ക് അറിയണമെന്നുണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ട്. പക്ഷെ ഒരു വീഡിയോക്ക് 1 million വ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 560K ആൾക്കാരും ഇടുന്ന നെഗറ്റീവ് കമന്റ്സ് ആയിരിക്കും. ആരും പോസിറ്റീവായിട്ട് ഒന്നും ഇടുന്നുണ്ടായിരിക്കും. വേറൊരു വീഡിയോ ഇട്ട് എന്നെ ഇങ്ങനെ ഇഷ്ടമുള്ളവരൊന്ന് ജസ്റ്റ് ഒന്ന് ഹാർട്ട് സിമ്പിൾ ഇടണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വീഡിയോക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത് തെറുക്കുന്നവർ മാത്രമല്ല എന്നെ ഇൻസ്പയർ ചെയ്ത് ജീവിക്കുന്നവരും എന്റെ ലൈഫ് സ്റ്റൈൽ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും ചേച്ചി ചേച്ചി എന്ന് വിളിച്ചിട്ട് ചേച്ചി നിങ്ങളെ എന്റെ വീടിന്റെ ഒരു അംഗം പോലെയാണ്, ചേച്ചിനെ പോലെയാണ്, കാരണം അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നവർ. ആ ഒരു വീഡിയോക്ക് ശേഷമാണ് പിന്നെ ഞാൻ കമന്റ്സ് നോക്കാണ്ടായതും പിന്നെ വരുന്ന കമന്റ്സിനൊക്കെ ഈ കുട്ടികൾ തന്നെ അവർക്ക് റിപ്ലൈ കൊടുക്കാൻ തുടങ്ങി. ഓക്കെ, ഇപ്പം നമുക്കിപ്പം നീരജ ഈ പറഞ്ഞ വാക്കുകളെ വളരെ വാല്യൂ ആയിട്ട് എടുക്കാം. നീരജ ഇപ്പം നിൽക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരവാദി നീരജയുടെ പ്രവൃത്തി തന്നെയാണെന്ന് ഇവിടെ ആർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നീരജയുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും വളരെ ബ്രീഫായിട്ട് പറഞ്ഞുതരാം. അതിനകത്ത് നീരജ പറയുന്നൊരു കാര്യം, ഈ അമൽ എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ എൻ്റെ UK എക്സ്പ്രസിൻ്റെ ആ ബ്ലസൻ എന്ന് പറയുന്ന വ്യക്തിയും അവർ തമ്മിൽ ആദ്യം ഈ അമൽ ഒന്നിലധികം തവണ ഈ COS കൊടുക്കാമെന്ന് പറഞ്ഞ് COS കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുകയും അതിൻ്റെ കാര്യങ്ങളൊന്നും നടപടിയാവത്തില്ല എന്ന് കണ്ട് ഈ പുള്ളിക്കാരത്തി പിന്മാറാൻ ശ്രമിക്കുകയും ഈ ആദ്യം കൊടുത്ത 48 ലക്ഷം രൂപ എന്തോ എമൗണ്ട് അത് തിരിച്ച് റീഫണ്ട് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിരന്തരം പറയുകയും അതൊന്നും മറികടന്ന് ഈ പറഞ്ഞ ബ്ലസൻ എന്ന് പറയുന്ന ഈ UK എക്സ്പ്രസിൻ്റെ വ്യക്തി ഈ അമലിന് ഈ പൈസ കൊടുക്കുകയും ഈ അമൽ എന്നുള്ള വ്യക്തി എന്തോ കിഷോറോ അങ്ങനെ എന്തോ വ്യക്തികളുടെ പൈസ പോവുക എന്നുള്ള രീതിയിൽ ഇവരൊക്കെ നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു സംഭവമാണ്. ഇനി ഇതിൻ്റെ റിയൽ ട്രാക്ക്, അതായത് കറക്റ്റ് സ്ഥലം ഈ വീഡിയോയിൽ വരുന്ന സ്ഥലം വരെ നമുക്ക് തുടങ്ങാം. കുട്ടിക്ക് ബാൻ കിട്ടിയ സമയത്ത് ബ്ലസൻ എന്നെ വിളിച്ചിട്ട് താൻ ഇതിൽ മുൻഗണനയാണ്, താൻ ഇതിൽ ആരോ നീയാണ് ഇതിൽ കാരണം, നീയാണ് നാട്ടുകാരുടെ പൈസ കൊണ്ട് ബുക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു മാതിരി മണ്ടത്തി പോലെ ഇതൊക്കെ കേട്ടിട്ട് ചേട്ടാ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, ഞാൻ വഴി ജീവിതമൊന്നും പോയിട്ടില്ലല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കിടന്ന് വാദിക്കുമായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ അമൽദേവിനെ വിളിച്ചിട്ടുള്ള ആ വോയിസാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഈ അമൽദേവിനെ വിളിച്ചിട്ടുള്ള സെയിം അറ്റ് ദ ടൈം ഞാൻ അടുത്ത ബ്ലസനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടാ ഇങ്ങനെയല്ലേ സംഭവം, ഇങ്ങനെയല്ലേ നടന്നത്. അയാൾ എൻ്റെ വീട്ടുകാരെയും ചേർത്ത് പച്ചത്തെറിയാണ് അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ ഒരു വാക്ക് പോലും സംസാരിക്കാൻ സമ്മതിക്കാൻ പച്ചത്തെറിയാണ് സംസാരിച്ചത്. പിന്നെ നിങ്ങളെല്ലാവരും ഇത് നീരജ ലൈവിൽ വരാത്തത് പേടിച്ചിട്ടാണ്, ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ഇല്ല, ഞാനിവിടെ ഒരു കാര്യം, ഇതിനകത്ത് ഇപ്പം ഒരാളുടെ വളരെ ഇമോഷണലായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കിപ്പം കോടതികളിലാണെങ്കിലും അതിനകത്ത് വാദിക്കും പ്രതിക്കും പറയാനുള്ളൊരു അവസരമുണ്ട്. അതുപോലെ തന്നെ അവരവരുടെ ഭാഗം പറയട്ടെ എന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഞാൻ അവരെ ഏകവിഷയമായിട്ട് കുറ്റപ്പെടുത്താനോ ഇവർ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റുകാരിയാണെന്ന്. കാരണം ഇതിൽ എന്താണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ അടുത്ത് ഈ ഇൻഫർമേഷൻസ് തന്ന ആൾക്കാർ പറയുന്ന കണക്കിനാണെങ്കിൽ ഇതൊക്കെ ചെറുത് എന്ന് പറയുന്ന രീതിയിലാണ്. കാരണം കോടിക്കണക്കിന് രൂപ ഇതുപോലെ നിരന്തരം തട്ടിക്കുന്ന റാക്കറ്റുകൾ ഇതേ ടൈപ്പിൽ പൈസ ഉണ്ടാക്കിയിട്ട് അവിടെ ഹോട്ടലുകൾ തുടങ്ങി, വലിയ വലിയ ഹോട്ടൽ, ആഡംബര ഹോട്ടലൊക്കെ തുടങ്ങിയ ടീംസ് അടക്കം നമ്മുടെ കേരളത്തിൽ നിന്ന് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്ന് അവിടേക്ക് അഥവാ ഈ ലണ്ടനിലേക്ക് അടക്കം എത്തുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന ആൾക്കാരൊക്കെയാണ് റോൾ മോഡൽ. എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കാം, ഇവിടെ എന്തായാലും വേറെ രാജ്യമല്ലേ, ഇവിടെ വന്ന് കുറേ പറ്റിപ്പ് നടത്തിയെന്നാലും ആരറിയാനാ. ഓക്കെ, അതാ സംഭവം. ആ ഒരു ഇൻസ്പിറേഷൻ ഞാൻ അതാ പറഞ്ഞത് തുടക്കത്തിൽ. ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്ത് വേറെ ഒന്നുകൊണ്ടല്ല, ഇത് ഈ കുട്ടിയെ മോശപ്പെടുത്താനുമല്ല. പക്ഷേ നിങ്ങളെ കണ്ട് അതേപോലെ നടക്കാൻ ആഗ്രഹിക്കുന്ന ആ ലൈഫ് സ്റ്റൈല്, ഇതൊക്കെ ആ ഒരു സംഭവമൊക്കെ എന്താണ് പകർത്താൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. കോപ്പി പേസ്റ്റ്, കോപ്പി കാറ്റ് എന്നൊക്കെ പറയില്ലേ, ആ ആൾക്കാരിലേക്ക് തന്നെയാണ് ഈ ഒരു സാധനം സ്പ്രെഡ് ആവാൻ സാധ്യതയുള്ളത്. സോ ബാക്കി എനിക്ക് അയാൾ ഒരു പേടിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേർക്കും സംസാരിക്കാനുള്ള ഒരു അവസരമുണ്ട്. സോ അറ്റ് സെയിം ടൈം ബ്ലസനോട് അമലിനെ വിളിച്ച് കോൾ കട്ട് ചെയ്ത നെക്സ്റ്റ് ടൈം തന്നെ ഞാൻ ബ്ലസനെ വിളിച്ച് സംസാരിക്കുന്ന ഒരു വോയിസാണ് ഇത്. ഇതല്ല. ഹലോ ചേട്ടാ, പിന്നെ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടേ. ഞാനാണ് അമലിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പം ഞാൻ വഴിയാണ് ഫസ്റ്റ് നമ്മൾ ഫയൽ മൂവ് ചെയ്തതും എല്ലാവർക്കും ഒരു 8 ലക്ഷം രൂപ വെച്ച് അഡ്വാൻസ് നമ്മൾ കൊടുത്തത്.
അപ്പൊ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് COS വേണമെന്ന് പറഞ്ഞു. അപ്പൊ COS ഇങ്ങനെ ഡ്രാഫ്റ്റ് എന്തോ തന്നപ്പോഴത്തേക്കും അതിൽ കെയറോമിന്റെ പേരില്ല. സോ അത് ഞങ്ങൾക്ക് എഗ്രി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ വിളിച്ചാൽ അത് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ഒരു ഇഷ്യൂ ഞാൻ പറയുന്നത്. അതിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ചേട്ടാ. ഇഷ്യൂ ചേട്ടൻ എല്ലാം കൂടി എന്റെ മണ്ടേ കൊണ്ടിരുന്നത്. ഞാൻ പറയുന്നത് കേൾക്കണം. ഈ ഒരു എന്തോ ഫേക്ക് ഓഫർ ലെറ്റർ തന്നു. അതിനുശേഷം നമ്മൾ വിളിച്ചവർ ഷൗട്ട് ചെയ്തു, കുറെ കാര്യങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം COS ഡ്രാഫ്റ്റ് തരാൻ ടൈമിൽ ചേട്ടൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞു കെയറോമിന്റെ പേരില്ല, നമുക്ക് കെയറോമിന്റെ പേര് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും വിളിച്ച് പ്രോബ്ലം ഉണ്ടാക്കി. അതിനുശേഷം അവർ പറഞ്ഞു കെയറോം ലാസ്റ്റ് ഞങ്ങൾ നേരിട്ട് ചെല്ലുവാണ്, അപ്പോൾ അത് കെയർ ഹോം അല്ല വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ച് തന്നെ ഈ ഡീൽ ക്യാൻസൽ ചെയ്ത് റീഫണ്ട് ചെയ്യുന്നു. അങ്ങനെ അവർ അഭിചേട്ടനും ആമലും അടുത്ത ദിവസം കെയർ ഹോമിലെത്തി. അതായത് ജൂൺ 29 അവർ കെയർ ഹോമിലെത്തി. അത് കെയർ ഹോം അല്ല, ഇതാണ് വേറെന്തോ കെയറോമിനെക്കാളും വേറെന്തോ സംഭവമാണ്. അതുകൊണ്ട് ഇവർക്ക് അത് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത ദിവസം അതായത് ജൂൺ 30 5 തീയതിക്ക് ഉള്ളിൽ അവർ നിങ്ങൾ കൊടുത്തത്, അതായത് ഒരു സ്റ്റുഡന്റിന് 8 ലക്ഷം അല്ല, ഒരു ആൾക്ക് 8 ലക്ഷം വെച്ച് കൊടുത്ത് 8 ലക്ഷം അല്ല 6 ലക്ഷം വെച്ച് കൊടുത്ത് 48 ലക്ഷം സംതിങ് രൂപ തിരിച്ചു തരാമെന്ന് ചേട്ടൻ മെസ്സേജ്. അപ്പൊ ഞാൻ അത് അവർക്ക് മെസ്സേജ് ഒരു 5 അടുത്ത ദിവസം 5 മണിക്കുള്ളിൽ തരാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം അത് ജൂൺ 30 ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു, അവർ റീഫണ്ട് ചെയ്തു. അത് ഞാൻ ചേട്ടനെ ചേട്ടാ അടുത്ത ഞാൻ ചേട്ടനെ വിളിച്ച് ചോദിച്ചപ്പോൾ ചേട്ടൻ ലാസ്റ്റ് അയച്ച 2 വോയിസ് മെസ്സേജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇനി ഈ ഡീലുമായിട്ട് നീരജ് ഇനി പറ്റാത്ത പണിക്ക് പോകരുത്, ഇവിടെ വെച്ച് നിർത്തിക്കോണം, അതാണ് ഇതാണ് എന്ന് പറഞ്ഞു. ചേട്ടൻ എന്നെ ഒത്തിരി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ, ഞാൻ ഫസ്റ്റ് ലാസ്റ്റ് ആയിട്ടാണ് അല്ല ചേട്ടാ വെയിറ്റ് ചേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ, ഞാൻ ഇതുവരെ ഈ പണിക്ക് പോയിട്ടില്ല, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന പണിയാണ്, എനിക്ക് അറിഞ്ഞൂടാത്തൊരു ജോലിയാണ്, ഇനി ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകത്തില്ല, ഇനി എത്ര രൂപ ലാഭം ഉണ്ടെങ്കിലും എത്ര രൂപ ലാഭം ഇല്ലെങ്കിൽ ഞാൻ ഇത് മുന്നോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞപ്പോഴും ചേട്ടൻ എന്നെയും വഴക്ക് പറഞ്ഞുകൊണ്ട് തന്നെ ചേട്ടൻ ലാസ്റ്റ് 2 വോയിസ് മെസ്സേജ് അയച്ചു. അതായത് ജൂൺ 30 നമ്മൾ തമ്മിലുള്ള ഡീൽ അവിടെ കഴിഞ്ഞു. അതിനുശേഷം എല്ലാ ഡീലും തിങ്കളാഴ്ച കഴിയാതിരിക്കും. അതിനുശേഷം അമലുമായിട്ട് ഡീൽ വെച്ചത് നിങ്ങളാണ്. ചേട്ടാ നമ്മൾ തുടങ്ങിയ ഡീല് മുതൽ ചേട്ടാ അതെന്തോ ആയിക്കോട്ടെ, ഫസ്റ്റ് തുടങ്ങിയ മെസ്സേജ് ആ ദിവസം മുതൽ ഇതിൽ ചിലവർക്കെങ്കിലും കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഇല്ല, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാന്ന് വെച്ചാൽ ആ പുള്ളിക്കാരൻ പറയുന്നത് കൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എനിവേ, ഇവിടെ ഇപ്പോൾ നീരജ് അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ കേട്ടു. അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന വ്യക്തി മറ്റൊരു ചാനലിൽ വന്ന് ഇൻ്റർവ്യൂ കൊടുത്ത ഓൺലൈനായിട്ട് ഒരു ലൈവായിട്ടുള്ളൊരു എന്താ പറയുക ഒരു പോഡ്കാസ്റ്റ് കൊടുത്ത് പരിപാടി നടത്തി. അത് നമ്മൾ കണ്ടു. ഇതിനകത്തും ആ വ്യക്തി എന്തോ നീരജയുടെ കാര്യങ്ങളുടെ സംഭവം പറയാം എന്നൊക്കെ പറഞ്ഞ് പുള്ളി അവിടെ വെല്ലുവിളിക്കുന്നുണ്ട്. അവിടെ അതിനുശേഷം ആ പുള്ളിയുടെ ഒരു സംസാരം വന്ന സമയത്ത് ഇവിടെ നീരജ അത് കട്ട് ചെയ്യുന്നുണ്ട്. സോ അത് ഒരു എന്താ പറയുക, ഞാൻ ആക്ച്വലി ഇതിൻ്റെ അകത്തുള്ളൊരു കാര്യം എനിക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മളെല്ലാവരും അരിയാഹാരം കഴിക്കുന്നവരല്ലേ. നീരജ തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ തെറ്റ്? നീരജ ഈ പറയുന്ന ഒരു പരിപാടി നിങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ട് കഴിഞ്ഞു. ഉൾപ്പെട്ടതിന് ശേഷം നിങ്ങൾ ചെയ്ത ഏറ്റവും മഹാ അപരാധം എന്ന് തന്നെ പറയാം. അഥവാ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്തറിയാമോ? നിങ്ങൾ പബ്ലിക്കിനെ വെല്ലുവിളിച്ചു എന്നുള്ളതാണ് നിങ്ങൾ ചെയ്ത തെറ്റ്. ഇപ്പം എത്രയോ ആൾക്കാർക്ക് ഇതുപോലെ വിസ തട്ടിപ്പുകൾ മറ്റുള്ള പരിപാടികളൊക്കെ നടത്തിയ ആൾക്കാർ എന്തോ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് അറിയാമോ? അവർ ആ ചെയ്ത തെറ്റുകളെ അഡ്മിറ്റ് ചെയ്തിട്ട് സമൂഹത്തിനോട് പറയും എനിക്കൊരു തെറ്റ് പറ്റി. ഇതൊരു വരി മതി. അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ ഒരു 1 മിനിറ്റ് വീഡിയോയിലെങ്കിൽ ഞാൻ അറിയാതെങ്കിലും ഞാൻ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്, എന്തായിരുന്നാലും അവരുടെ പൈസ തിരിച്ചു കിട്ടാനുള്ളതിന് ഞാനും കൂടെ നിൽക്കും. ഇത് വളരെ ലളിതമായി, നമ്മൾ തെറ്റുകാരല്ലേ, നമ്മുടെ കയ്യിൽ കറ പുരണ്ടില്ലേ, അതിനെ വളരെ മാന്യമായിട്ട് ലഘുവായിട്ട് പറയുന്നതിന് പകരം ഇത് ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് നീരജയുടെ വീഡിയോസ് എടുത്ത് നോക്കണം. നീരജ കുറച്ച് ദിവസത്തിന് മുമ്പിട്ട ആ ഒരു വീഡിയോയും അതിനെക്കാട്ടിലും അപ്പുറത്തായിട്ട് എൻ്റെ 300K 310K ഫോളോവേഴ്സിനെ ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം ഒക്കെ പറഞ്ഞുകൊണ്ട് കെയുടെ കണക്കുകളൊക്കെ പറഞ്ഞിട്ട് നീരജ രണ്ടാമതൊന്ന് ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ വീഡിയോയിലകത്തൊക്കെ ഒന്ന് പറഞ്ഞാൽ ഷൗട്ട് ചെയ്തത്. ഇനി എല്ലാം പോട്ടെ, എനിക്ക് മനസ്സിലാത്തൊന്നുമില്ല എങ്കിലും ഞാൻ പറയാം. നിങ്ങളുടെ ആ കമൻറ്റ് ബോക്സിനകത്ത് ഹെലനോസ് പാട്ട എന്നെ മെൻഷൻ ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ട് ഇത് ഞാനിട്ട വീഡിയോ കണ്ടിട്ട് എന്നെ റിയാക്ഷൻ ഒന്നും ഇല്ലേ, അതിന് റിപ്ലൈ ഒന്നും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അന്ന് നിങ്ങളടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചോദിച്ചപ്പോൾ നിങ്ങൾ കൊടുത്ത മറുപടി എന്തായിരുന്നു നീരജ? ഒരു സഹോദരി എന്നുള്ള ലെവലിൽ ഞാൻ ചോദിക്കുക, എന്തായിരുന്നു കാരണം നിങ്ങൾ പറഞ്ഞത്? കണ്ട പട്ടികൾക്കെല്ലാം മറ്റേ അവർക്കുള്ള ഇത് എന്തോ കണ്ട എച്ചിൽ പട്ടികൾക്കോ എന്തോ മറുപടി കൊടുക്കാറൊന്നും ഞാനില്ലെന്ന് എന്തൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് ഈ പറയുന്നത് ആരാ? കാലം മറുപടി പറയിക്കുന്നതല്ലേ? മനസ്സിലാക്കണം. നിങ്ങളുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് പറ്റിയാൽ ആ പറ്റിയത് ഓക്കെ, നിങ്ങളുടെ പ്രായത്തിൻ്റെ തിളപ്പായിരിക്കാം ഇതൊക്കെ. നിങ്ങളുടെ തെറ്റ് നിങ്ങളത് സമൂഹത്തിൻ്റെ മുമ്പിൽ കുറച്ചധികം ആൾക്കാർ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ആർക്കും അഫക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും അങ്ങനെ സന്ദേശം നൽകുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് അവിടെ കഴിഞ്ഞേനെ. നിങ്ങൾ നിരന്തരം പിന്നെ കുറേ അധികം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ UK എക്സ്പ്രസും അമലും മറ്റുള്ള ആൾക്കാരും ഒക്കെ ചേർന്ന് തട്ടിച്ചിട്ടുണ്ടായിരിക്കാം. ഈ അമൽ എന്നുള്ള വ്യക്തിയെ ഈ നീരജ തന്നെ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? അമലും നീരജ് നല്ല ബന്ധമുണ്ട്. കുറച്ച് ദിവസം മുമ്പ് പാർവതി എന്ന് പറഞ്ഞ കുട്ടി അതിനകത്തുള്ള വീഡിയോയ്ക്കകത്ത് പറയുന്നൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അത് ഈ അമൽ എന്ന് പറയുന്നത് നിങ്ങളും തമ്മിലൊരു എന്താ പറയുക റൂം ഷെയർ ചെയ്തിട്ടുണ്ടെന്നോ അങ്ങനെ എന്തോ. റൂം ഷെയറിംഗ് മീൻസ് എന്താണ്? ഒരുമിച്ച് താമസിക്കുകയും വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്ന ആൾക്കാരെന്നാണ്. അപ്പം നിങ്ങൾ അത്രത്തോളം ബന്ധമുള്ള ആൾക്കാർ തമ്മിൽ ഈ അവസാനം ഡീല് നടത്തുകയും അയാൾ നിങ്ങളെ അടക്കം പറ്റിച്ചുകൊണ്ട് പോകുന്ന രീതിയിലേക്കുകളാണ് അയാൾ എവിടെയാണെങ്കിലും ഞാൻ പിടിക്കുമെന്നൊക്കെ ഉള്ള ഇന്നാളത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടു. അതിനുശേഷം ഈ ബ്ലസൻ എന്ന് പറഞ്ഞ വ്യക്തി ആ മറ്റൊരു പോഡ്കാസ്റ്റിൽ നിന്ന് പുള്ളി സംസാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അതിനകത്ത് പോയില്ല, പേടിയൊന്നും ഉണ്ടായിട്ടൊന്നല്ല നിങ്ങൾ പറയുന്നുണ്ട്, എന്നെ മാത്രം എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഈ ആൾക്കാരെ കുറ്റം പറയാതിരിക്കൂ.
നിങ്ങൾ എന്തിനാണ് ആൾക്കാരെ കുറ്റം പറയുന്നത്? എന്തിനാണ് സമൂഹത്തിനെ കുറ്റം പറയുന്നത്? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പോയി മിസ്റ്റേക്കിന് നിങ്ങൾ അവരോടല്ലേ ക്ഷമ ചോദിക്കേണ്ടത്? അല്ല, നിങ്ങൾ ആൾക്കാർ കുറ്റം പറയുന്നത്, നിങ്ങൾ തുടക്കത്തിൽ ആ വീഡിയോ ഞാൻ ഇട്ടെന്ന് വെച്ചാൽ താങ്കളുടെ തന്നെ കറക്റ്റായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അതായത് ഞാൻ നല്ല രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ്, അതുകൊണ്ട് ഇനി എന്തായിരുന്നാലും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെ അകത്ത് ക്രെഡിബിലിറ്റി നോക്കണം, അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്തതായിരിക്കണം എന്നുള്ളൊരു ചിന്ത വേണം. ഒരു ഇൻഫ്ലുവൻസർ ആണെന്നുള്ള കാര്യം മിനിമം ഒരു ബോധമെങ്കിലും വേണ്ടേ? സുഹൃത്തെ പറയൂ, അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പോയ മിസ്റ്റേക്ക് അല്ലേ? ആ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് അനവധി ആൾക്കാരെ നിങ്ങൾ പരിഹസിച്ചില്ലേ, അവർ അപമാനിച്ചില്ലേ, തെറി പറഞ്ഞില്ലേ? കമൻറ്റ് ബോക്സുകളിലൊക്കെ പലതരത്തിലുള്ള ഇതൊക്കെ കണ്ടു. എന്തൊക്കെയാണ് പറഞ്ഞത്? എനിവേ പോട്ടെ, ചിലപ്പോൾ നിങ്ങളല്ലായിരിക്കും, ചിലപ്പോൾ വേറെ ആൾക്കാരായിരിക്കും കമൻറ്റ് ബോക്സിൽ തെറി പറഞ്ഞിട്ടുണ്ടാവുക. ഇനി എന്തെങ്കിലും പോട്ടെ, ബാക്കി കേൾക്കാം. ആ ദിവസം മുതൽ, അതായത് ജൂൺ 29 നിന്നിട്ട് ഞാൻ അമലിനെ വിളിച്ചു ചോദിക്കണം, ഇതെന്താണ് പ്രശ്നം? ഞാൻ അറിയാണ്ട് 48 ലക്ഷം രൂപ അല്ലാണ്ട് വേറെയും പൈസ അയച്ചു, അത് റീഫണ്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞ പൈസ ഹോൾഡ് ചെയ്യിപ്പിച്ചിട്ട് ബാക്കി പൈസ അയച്ചു കൊടുത്തു. അവർ സിഒ എടുത്ത് കൊടുത്തു. അത് ഫിക്സ് ചെയ്ത സൈനാണ് എന്നെ ഇടപെടുത്തിക്കുന്നത്. ആ സമയത്ത് ഞാൻ അമലിനെ വിളിച്ചു ചോദിച്ച ആ കാര്യം അറിഞ്ഞ ശേഷം നെക്സ്റ്റ് സെക്കൻഡിൽ ഞാൻ ബ്ലസ്സിനെ വിളിച്ച് 2023 ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ സംസാരിക്കുന്നതാണ്. അന്ന് മുതൽ അയാൾ പറയുന്നത്, നീ യൂട്യൂബർ ആണോ ഇൻസ്റ്റാഗ്രാമർ ആണോ ഞാൻ എനിക്ക് കാണിച്ചു തരാം, നീ എനിക്ക് അയച്ച വോയിസ് മെസ്സേജും സ്ക്രീൻഷോട്ടും നീ അയച്ച മെസ്സേജും എല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് തരുന്നു പബ്ലിക്കിന് മുന്നിൽ കൊടുക്കുന്നു പറയാം. അന്ന് മുതൽ അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആരാണ് ഇത് ചെയ്യുന്നത്, എന്തിനാണ് ഇത് ചെയ്യുന്നത്, ബ്ലസ്സിന് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നുള്ള അടുത്ത തെളിവ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാണ്. അപ്പം ഇതിൽ ഈ വോയിസിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാം, യൂട്യൂബറോ ഇൻസ്റ്റാഗ്രാമറോ ഒന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ആ സമയത്ത് എനിക്ക് അത്ര ഫോളോവേഴ്സ് പോലും ഇല്ല. അന്ന് മുതൽ അയാൾ എനിക്ക് എന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാൾ ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറല്ല. അയാൾക്ക് നന്നായിട്ട് അറിയാം. അയാൾ ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറല്ല. അയാൾക്ക് നന്നായിട്ട് അറിയാം ഇയാൾ ബാക്കി പൈസ അയച്ചു കൊടുത്ത കാര്യം എനിക്ക് അറിയില്ലെന്ന്. എന്നിട്ട് റീഫണ്ട് കിട്ടിയില്ലെങ്കിൽ അത് എന്നെ അറിയിക്കാത്തതിന് പകരം ബാക്കി പൈസ അയാൾക്ക് അയച്ചു കൊടുത്തതിന് ശേഷം എന്നെ തെറി വിളിച്ചിട്ട്, നീ ഇൻസ്റ്റാഗ്രാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇനി ഞാൻ കാണിച്ചു തരാം, ഇനി നീ യൂട്യൂബർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ അയാൾ അന്ന് മുതൽ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. ഞാനാണോ പൈസ? ചേട്ടാ മര്യാദയ്ക്ക് സംസാരിക്കണം, ചേട്ടാ മര്യാദ. ഈ ഒരു ലാസ്റ്റ് എല്ലാ പ്രശ്നങ്ങളും എന്റെ മുന്നിൽ മാറ്റാൻ ചേട്ടാ ശ്രമിക്കരുത്. അല്ല, ലാസ്റ്റ് ചേട്ടാ ഞാൻ എനിക്ക് സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ചില കാര്യങ്ങളും. ഈ ബ്ലസ്സിന് നല്ല മോനാണ് കേട്ടോ, ബ്ലസ്സിന് നല്ല മോനാണ്. ഇപ്പൊ ഇതിനകത്ത് നിന്ന് കേൾക്കുമ്പോഴും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു കൂട്ടുകച്ചവടം നടത്തി, ആ കൂട്ടുകച്ചവടം നടത്തിയ സമയത്ത് അതിനകത്ത് എന്താണ് കുറെ അധികം ആൾക്കാരുടെ പൈസ വെച്ചിട്ടാണല്ലോ ഇവർ മൊത്തം കളിച്ചതിന് ശേഷം ഇതിനകത്ത് ഇവർ ചെയ്ത സംഭവം എന്താ? അതായത് ഈ നീരജ അമ്മൂസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരത്ത് ചെയ്തിട്ടെന്താ? അവർ ഇതിനകത്ത് നീരജ പറയുന്നൊരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. നീരജ തുടക്കത്തിലുള്ള വീഡിയോസിനകത്തെല്ലാം പറയും, ഞാനൊരു വാട്സാപ്പിൻ്റെ അകത്തൊരു സ്റ്റോറി മാത്രം ഇട്ടു എന്നാണ് നീരജ മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞത്. എന്നാൽ ഈ വീഡിയോയ്ക്കകത്ത് വന്നപ്പം നീരജ അത് തിരുത്തിയിട്ട് മറ്റൊരു കാര്യം ജെന്യൂനായിട്ട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞാനിതിൻ്റെ മീഡിയേറ്റർ ആയിരുന്നു എന്ന് നീരജ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം മീഡിയേറ്റർഷിപ്പ് എന്ന് വെച്ചാൽ എന്താ? ഞാൻ ഇവിടുത്തെ ഒരുപാട് പേര്, അഥവാ ഈ പറയുന്ന UK താമസിക്കുന്ന ഒരുപാട് പേർ, UK വർക്ക് ചെയ്യുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, ആ മനുഷ്യർ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന പരിപാടികളെല്ലാം ഇല്ലീഗലാണ്, ഈ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഈ വിസ പരിപാടികളെല്ലാം. ഇതറിയാത്ത ഒരാളാണോ നീരജ? ഈ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസും ഈ പറഞ്ഞ ഫ്രോഡ് പരിപാടികൾ അവിടെ ഇഷ്ടം പോലെ നടക്കുന്ന ആൾക്കാർ പറ്റിക്കപ്പെടുന്നുള്ള സംഭവം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇൻഫ്ലുവൻസറാണ്, അത് നിങ്ങൾ തന്നെ പറയുന്നതാണ്. 300K ഇതിനകത്തുള്ള കണക്കുകളൊക്കെ പറയുന്നു. ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടും ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും നിങ്ങൾ തന്നെ ഇതിനകത്ത് നിന്ന് പെട്ടുപോകുന്നല്ലേ? മറ്റേ ആളെ പരിചയപ്പെടുത്തി കൊടുത്തു, അമല്ല ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു എന്ന് പറയുന്നു. മറ്റേ ആളാണ് നിങ്ങൾ തെറി പറയുന്നു. നിങ്ങളൊരു കൂട്ടുകച്ചവടം നടത്തി ബ്ലസൻ നിങ്ങളെ തേക്കാൻ നോക്കുന്നു. നിങ്ങളുടെ ജെന്യൂനിറ്റി നിങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അമൽ ഒളിവിലാകുന്നു, വേറെ കുറേ ആൾക്കാരുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം അഫക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ്. മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് അന്ന് മുതൽ ഇന്ന് വരെ നടന്ന കാര്യങ്ങൾ. അതിനുശേഷം പിന്നെ അടുത്ത പ്രശ്നം, നീരജയ്ക്ക് ഇനി പൈസ കിട്ടിയോ എന്നതാണ് നമ്മൾ ഇനി അടുത്തറിയുന്നത്. ഓക്കെ, ഓഗസ്റ്റ് 1, അതായത് ഈ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഞാൻ അമലിനെ തുടർന്ന് ഇങ്ങനത്തെ പ്രശ്നത്തിൽ ഞാൻ ഇൻവോൾവ് ആയിരുന്നു. ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഞാൻ അതിന് പിന്മാറിയെങ്കിലും അവർക്ക് റീഫണ്ട് ചെയ്ത് നിർത്താൻ പറഞ്ഞെങ്കിലും അവരത് ചെയ്തില്ല. അപ്പം ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് ഞാനത് തിരുത്തിയിട്ടുണ്ട്. ജൂൺ 29 ഞാൻ ഇതിലില്ല, എനിക്ക് ഇതുവരെ വരുന്ന പൈസ ഒന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അത് തിരുത്തിയിട്ടുണ്ട്. അതുപോലും അത് എനിക്ക് മനസ്സിലായ പോലും അവർക്ക് മനസ്സിലാവാണ്ട് ഇവർ ബാക്കി പ്രശ്നങ്ങൾ പൈസ അയച്ചു കൊടുത്ത് COS മേടിച്ച് സീനാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അമൽ ഇതിന് ഈ ഫണ്ട് തിരിച്ചെടുത്ത് എൻ്റെ പ്രാവശ്യം അമലിനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നുണ്ട്. എവിടെയാണ് ഒന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അമലിനോട് ഞാൻ മെസ്സേജ് ഒന്ന് വിളിക്കുക അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഞാനും അമലുമായിട്ട് ഈ ഒരു തുടക്ക സമയത്ത് ജൂൺ 23 2023 ഓഗസ്റ്റ് 1 തീയതി ഒക്കെ ഈ ഒരു പ്രശ്നം. ആ സമയത്ത് ഞാനും അമൽ തമ്മിൽ ചാടില്ല. ഞാൻ അമലോട് പറയുന്നത് ഞാൻ ആവശ്യമില്ല ഒരു വർത്തമാനത്തിൽ നിൽക്കുന്നില്ല. ഒന്നാമത് വളരെ പ്രശ്നമായിട്ട് നടക്കുവാണ്. പിന്നെ എല്ലാം എവിടെ കൊണ്ട് തീരുമെന്ന് വിചാരിക്കേണ്ട എല്ലാവരും. കാരണം ഒരു രീതിയിലും ഞാൻ ഇൻവോൾവ് അല്ലാത്ത പ്രശ്നത്തിലാണ് ഞാൻ ഇങ്ങനെ മരിച്ചു കിടന്ന് അനുഭവിക്കുന്നത്. ഇന്നലെ ബ്ലസൻ എന്നെ വിളിച്ചിരുന്നു. ബ്ലസൻ വിളിച്ച സംഭവം ഞാൻ എനിക്ക് കൊടുക്കുകയാണ്. ഇന്ന് ഒന്നും കൂടുതൽ ഇനി കേൾക്കണം എന്നുള്ളൊരു നിങ്ങൾ അവരുടെ വീഡിയോ പോയി കാണുക. കാരണം ഇതിനകത്ത് പുള്ളിക്കാരി തുടക്കത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് അതാണ് ഇതിൻ്റെ അവസാനം പറയേണ്ട കാര്യം. അത് കേൾക്കാം. അപ്പോൾ എല്ലാവരും മുന്നിൽ കള്ളിയായിരിക്കുന്നത് നാട്ടുകാരുടെ പൈസ പറ്റിച്ച് ജീവിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തി ഇപ്പോൾ ഞാനാണ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യേണ്ടത് എൻ്റെയും കൂടി ആവശ്യമാണ്. തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ്. ഇതിൽ കൂടുതലൊന്നും ഒരാൾക്ക് കിട്ടാനില്ല. എന്താണ് നടന്നതെന്നുള്ളത് ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞുതരാം. ഒരു രൂപയെങ്കിലും കിട്ടിയിട്ടാണ് നമ്മൾ ഇത്രയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് തെറ്റാണ്. എല്ലാ രീതിയിലും ടെൻഷനും പ്രശ്നം അനുഭവിക്കുന്നുണ്ട്.
ഇവിടെ ഞാൻ നിർത്തുവാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇതിപ്പം ഒരാൾ പറയുന്നത് തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുവാണെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് നമ്മൾ അവരെ കൊല്ലാക്കൊല ചെയ്യുന്നത്? ഇനി അവരുടെ കാര്യങ്ങൾ, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, പൈസ കൊടുത്തവരും അല്ലാത്തവരും വാങ്ങിച്ചവരുമായിട്ടുള്ള ആൾക്കാർ തന്നെ അതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് ഇനി കടക്കുന്നില്ല. എങ്കിലും ഇതിനകത്ത് നീരജ പറഞ്ഞു തുടക്കത്തിൽ വയ്ക്കുന്നൊരു കാര്യം എന്താണെന്ന് അറിയോ? അതായത് ഇതിനകത്ത് എനിക്ക് കുറച്ച് പൈസയെങ്കിലും കിട്ടി, കയ്യിൽ എന്തെങ്കിലും 10 പൈസ കിട്ടിയിട്ടായിരുന്നു പറഞ്ഞതെങ്കിലും കുഴപ്പമില്ല. അഥവാ പൈസ കിട്ടാത്തതായിരുന്നു ഇതിൻ്റെ കാരണം തോന്നിപ്പോവും ആ ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും. ഒരാൾ വീണ് കിടക്കുമ്പോൾ വീണ്ടും കുത്തി നോക്കുകയോ അല്ല അവരെ പുറത്ത് കയറുന്നുണ്ട് തലമണ്ടയ്ക്ക് അടിക്കാനുള്ള പരിപാടിയല്ല ഞാനീ പറയുന്നത്. അതായത് നിങ്ങളുടെ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു, പൈസ എനിക്ക് കുറേ പൈസ കിട്ടി, അതിനുശേഷം ഈ സമൂഹത്തിലുള്ള ആൾക്കാർ എന്ത് പറഞ്ഞിരുന്നാലും എനിക്കൊരു പ്രശ്നമല്ല എന്നാണ് പറഞ്ഞു വെച്ചത്. ആ തരത്തിലുള്ള ആറ്റിറ്റ്യൂഡാണ് കുറച്ച് ദിവസം കാണിച്ചത്. ഇപ്പോൾ അത് മാറ്റി തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന കാര്യം ഞാൻ വളരെ ജെനുവിനായിട്ട് വളരെ മാനുഷികമായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഒരാൾ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് പറഞ്ഞാൽ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്നു. പക്ഷേ ഇത് സമൂഹത്തിലുള്ള ഇത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ, നിങ്ങൾ അറിയുന്ന ആൾക്കാർ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ എൻ്റെ അടുത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇഷ്ടംപോലെ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. കുത്തിയിരുന്ന് വീഡിയോസ് ചെയ്യാനാണെങ്കിൽ എത്രമാത്രം വീഡിയോസ് ചെയ്യാം. ഞാൻ അപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് പല സമയത്ത് സംസാരിച്ച ആൾക്കാരൊക്കെ ഞാൻ സംസാരിച്ചപ്പോഴത്തെ ഞാൻ ഇതൊക്കെ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ്റെ ക്വാളിഫിക്കേഷന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ ഇവിടെ നിന്ന് ഈ പറയുന്ന വിദേശ രാജ്യത്ത് കയറിപ്പോയി. അഥവാ പ്രത്യേകിച്ച് ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബോധം വിവരമൊക്കെ വേണം. അങ്ങനെയുള്ള രാജ്യത്തേക്ക് പോയിട്ട് വീണ്ടും അവിടെ ഫ്രോഡ് പരിപാടി കാണിക്കാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. അതെനിക്ക് മനസ്സിലാവുന്നില്ല. എത്ര പ്രായം വരെ കുട്ടിക്കെന്നുള്ളൂ എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ നോക്കിയെടുത്തോളം ഇവരെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം ഇതുപോലത്തെ 100 കണക്കിന് ആൾക്കാരും 1000 ആൾക്കാരും ലക്ഷക്കണക്കിന് ആൾക്കാരും ആ പരിപാടി അവിടെ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ഒരുപാട് ഉടായ്പകളിലൂടെ തന്നെയാണ് അവിടെ പലരും രക്ഷപ്പെട്ടതെന്ന് കേൾക്കുന്നു. അതിനകത്ത് ഒരാളാണ് ഈ പറയുന്ന നീരജയാണെങ്കിലും ഈ ബ്ലസൻ ആണെങ്കിലും ഈ പറയുന്ന അമലാണെങ്കിലും എന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോഴാണ് ഇതിൻ്റെ തീവ്രതയും ഇതിൻ്റെ വ്യാപ്തിയും ഇതൊരു വലിയൊരു ബിഗ് സ്കാം ആണെന്ന് മനസ്സിലാക്കിയത്. മനസ്സിലാവുന്നുണ്ടോ? അത് ഇവരിലേക്ക് മാത്രമല്ല, ഇത് പല തരത്തിലേക്കാണ്. ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഇവർ ഈ സംഭവങ്ങളെല്ലാം ഈ ഇതിനകത്ത് അക്കൗണ്ട് ത്രൂ പൈസ കൊടുത്തെന്നൊക്കെ പറയുന്നു. എനിക്കറിയത്തില്ല. എനിവേ ലിക്വിഡ് ക്യാഷ് ആണ് കൊടുത്തെന്നുള്ള കാര്യം വേറെ വഴിക്കൊക്കെ പറയുന്നു. എന്തായിരുന്നാലും പണം പോയത് ആരുടെയാണ്? സാധാരണക്കാരുടെയാണ്. എനിക്ക് പറയാനുള്ളത് ഈ നല്ലവരായ മലയാളി സുഹൃത്തുക്കളെ, നിങ്ങൾ UK യിലും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം UK യിലേക്ക് പൈസ കൊടുക്കണ്ട. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഈ ഉടായ്പ വഴികളിലൂടെയൊക്കെ നിങ്ങൾ പണ്ട് ഗഫൂർ ഖാ ദോസ് ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾ ചാടിക്കോളി ഇതാ എത്തി ദുബായ് എന്ന് പറഞ്ഞിട്ട് പണ്ട് സിനിമയ്ക്കകത്ത് അവസാനം ചാടിക്കോളി നമ്മൾ ദുബായ് എത്തി എന്ന് പറഞ്ഞിട്ട് ഇതെന്താ ദാസ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്. അതുപോലത്തെ ഒരു പരിപാടി അവിടെ പോവുകയും ചെയ്ത് എന്നിട്ട് അവിടെ മലയാളികളെ കണ്ടെത്തിയതിനു ശേഷം ആ മലയാളികളോട് ചേർന്നുകൊണ്ട് ഇവിടെ നിന്ന് വരാൻ നിൽക്കുന്ന മലയാളികളെ ഉടായ്പ കാണിച്ചിട്ട് നടക്കുന്ന കുറേയധികം ഗഫൂർ ഖാ ദോസ്തുമാർ. എങ്ങനെയാണ്? ഓക്കെ, ഇപ്പോൾ അവരവരുടെ ഭാഗം പറഞ്ഞു. ഇനി ആ സമൂഹം തീരുമാനിക്കട്ടെ ഇതിനകത്തുള്ള ശരിയ തെറ്റുകളെയും. അതുപോലെ തന്നെ ലീഗലായിട്ട് ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് മൂവ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി. നിലവിൽ ഇവരുടെ ജോലി പോയെന്നും അതുപോലെ തന്നെ ജോലി പോയതല്ല, അത് അവിടെ നിന്ന് നോട്ടീസ് പീരീഡിലാണെന്നും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു. ചിലപ്പം വേറെ ജോലി കിട്ടും എന്നും ഒക്കെ പറയുന്നു. എന്തായിരുന്നാലും സംഭവം അത്യാവശ്യം ഇവരുടെ കയ്യിൽ നിന്നും ഇത് കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടുണ്ട്. നേരത്തെ ആദ്യം ചെയ്ത വീഡിയോയിൽ മര്യാദ മീൻസ് ഞാൻ നിങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ ഒരാളുമല്ല, എങ്കിലും മാന്യമായ രീതിയിൽ സമൂഹത്തിനോട് നിങ്ങൾ സംസാരിച്ചിരുന്നെങ്കിൽ നിങ്ങളെ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു വീഡിയോസ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരത്തില്ലായിരുന്നു. അവസാനത്തെ വീഡിയോയിൽ നിങ്ങൾ എൻ്റെ പട്ടിയോട് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്നെ അടക്കം നിങ്ങൾ ആ ഒരു കമൻറ്റ് ബോക്സിലിട്ടു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇപ്പോഴും ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. കാരണം നിങ്ങളുടെ പ്രായത്തിൻ്റെ അപക്വത എന്ന് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ചിലപ്പം ചോരത്തിളപ്പായിരിക്കും. തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് മര്യാദയ്ക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ആരും നിങ്ങളുടെ പുറകെ നടക്കത്തില്ലായിരുന്നു. നിങ്ങൾ അതിന് പകരം അവരെ ഇളക്കി വിടുക ചെയ്ത്, കടന്നൽ കൂട്ടത്തിനെ പോലെ ഇളക്കി വിടുക ചെയ്ത്. അവരൊക്കെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്കൊന്നും അറിയത്തില്ല. ആ ആൾക്കാരൊക്കെ അത് എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ പുറകെ നടക്കുന്നത്, എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ള കാര്യം. പിന്നെ ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ്, അവരോടൊക്കെ ഒരു മിനിമം ഒരു മര്യാദയും അവരോടൊരു മിനിമം ഒരു എന്താണ് ജെന്യൂനായിട്ട് ഇരിക്കുക എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മളെ ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരാളുടെ ഒരു ലക്ഷണമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. വേറെ ഒന്നും എനിക്കിതിൽ പറയാനില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും നിങ്ങൾ ഈ ഉടായ്പിലൊന്നും ഏതെങ്കിലും UK എന്ന് കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഇട്ട അതിൻ്റെ അകത്ത് പോയി ഒന്ന് വീഴരുത് പ്ലീസ്. റിക്വസ്റ്റാണ്. UK ആയിക്കോട്ടെ മറ്റുള്ള സ്ഥലമായിട്ട് അതൊക്കെ ഔദ്യോഗികമായിട്ടൊക്കെ തന്നെ നോക്കി മനസ്സിലാക്കിയൊക്കെ ചെയ്യാൻ ശ്രമിക്കും പ്ലീസ്. നമ്മുടെ മലയാളികൾ മറ്റേ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇബാതിരി സംഭവത്തിനകത്ത് നിന്ന് വീഴുന്ന കേൾക്കുമ്പോൾ അയ്യോ, 1ഉം 2ഉം അല്ലെന്നേ, 1000 ലക്ഷക്കണക്കിന് കേസുകളാണ്. ഇതൊക്കെ നമ്മളാണ് 1ാം സ്ഥാനത്തുള്ള ആൾക്കാർ. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ കാണുക. ഗൈസ് ബൈ.